ഹൈ പെർഫോമേഴ്സിൻ്റെ അഞ്ചാമത്തെ ഹാബിറ്റാണെന്ന് പറയാൻ പോകുന്നത്. അഞ്ചാമത്തത് പറയാൻ പോകുന്നതിന് മുമ്പ് ആദ്യത്തെ 4 കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണല്ലേ. ഒന്ന്, ക്ലാരിറ്റി. ഏത് മേഖലയിലാണ് എനിക്ക് ഹൈ പെർഫോമർ ആകേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ക്ലാരിറ്റി ഉണ്ടോ. രണ്ടാമത്തെ കാര്യമാണ് റേസ് നെസസിറ്റി. എനിക്ക് ആ മേഖലയിൽ ഹൈ പെർഫോമർ ആകണമെന്ന് ചിന്തിക്കാനുള്ള കാരണം എന്താണ്? ഇത് അത്യാവശ്യമാണ്, ഇത് കൂടിയേ തീരൂ എന്നുള്ള ഒരു ശക്തമായ ഒരു ആഗ്രഹം, നെസസിറ്റി അത്യാവശ്യമുണ്ടോ എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യമാണ് ക്രിയേറ്റ് എനർജി. ആ കാര്യം ചെയ്യാനായിട്ടുള്ള ശക്തമായ എനർജി നിങ്ങൾക്കുണ്ടോ എന്നുള്ളത്. ഫിസിക്കൽ, ഇമോഷണൽ, മെൻ്റൽ എനർജി. നാലാമത്തെ കാര്യമാണ്, ഓർമ്മയുണ്ടോ? ഞാൻ അതിന് ഇടയ്ക്ക് മറന്നു പോകുന്ന കാര്യമാണ്. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നു, അത് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റിയാണ്. ലാസ്റ്റ് സംസാരിച്ചതാണ്, പ്രൊഡക്ടിവിറ്റി എങ്ങനെ കൂട്ടാം, ഹൈ പ്രോലിഫിക് ക്വാളിറ്റി ഔട്ട്പുട്ട് എങ്ങനെ കൊണ്ടുവരാം. ഇന്ന് അഞ്ചാമത്തെ കാര്യം സംസാരിക്കാൻ പോവുകയാണ്. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ശേഷം ഈ വീഡിയോ അവസാനിപ്പിക്കും. അത് ക്രിയേറ്റ് ഇൻഫ്ലുവൻസ് എന്നാണ്, ഡെവലപ്പ് ഇൻഫ്ലുവൻസ്. ഒരു ഇൻഫ്ലുവൻസർ ആയി മാറാൻ സാധിക്കുന്നുണ്ടോ? നമുക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? ഹൈ പെർഫോമർ ആളുകൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന കഴിവുകൾ, ഹാബിറ്റുകളുള്ളവരാണ്. അത് സാധിക്കുന്നുണ്ടോ എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു ലീഡർ ആണെങ്കിൽ ലീഡർ ഫോളോവേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഒരു ഓൺട്രപ്രണർ ആണെങ്കിൽ ഓൺട്രപ്രണർ തങ്ങളുടെ ടീം മെമ്പേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പൊളിറ്റീഷ്യനാകാം, ഓൺട്രപ്രണേഴ്സ് ആകാം, സോഷ്യൽ ലീഡേഴ്സ് ആകാം, റിഫോമേഴ്സ് ആകാം. അവർ ഹൈ പെർഫോമർ ആകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്നുള്ളതാണ്. വേറെ രീതിയിൽ കൂടി ഇതിനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഹൈ പെർഫോമർ ആകണമെങ്കിൽ നിങ്ങൾ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തേ മതിയാകും. പലപ്പോഴും ആളുകൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് മടിയാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവർക്ക് എന്തെങ്കിലും നെഗറ്റീവായി തോന്നുമോ? ഒരു കാര്യം മനസ്സിലാക്കുക, ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് സന്നദ്ധരായിട്ടുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇൻഫ്ലുവൻസറായി മാറണമെങ്കിൽ നിങ്ങൾ ആദ്യം ഇൻഫ്ലുവൻസർ ആകാൻ സാധിക്കുമോ എന്നുള്ളത് പരീക്ഷിച്ച് നോക്കണം. അത് നിങ്ങൾ ആസ്ക്, നെവർ ഹെസിറ്റന്റ് ടു ആസ്ക് എന്ന് പറയും. നിങ്ങൾ ചോദിക്കുന്ന കാര്യം ചെയ്യാൻ വേറൊരാൾ തയ്യാറാകുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കണ്ടേ. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ആസ്ക് ഓഫ്റ്റൻ. നിങ്ങൾക്ക് കഴിയുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നറിയാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനായി ചോദിക്കാനായിട്ട് മടിക്കരുത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ചോദിക്കുക മാത്രമല്ല, ഗിവ്. ഇതെന്നെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്ത കാര്യമാണ്. ഇൻഫ്ലുവൻസ് ആകാൻ ആഗ്രഹിക്കുന്നയാൾ ഒരാളെ സഹായിക്കാൻ അവസരം ലഭിക്കുന്നതിനായി കാത്തിരിക്കണം. അല്ലെങ്കിൽ ഒരാളെ സഹായിക്കാൻ ഒരവസരം ലഭിച്ചാൽ ഒരിക്കലും അത് മിസ് ചെയ്യരുത്. എങ്ങനെയെങ്കിലും ഒരാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ്. മറ്റൊരു കാര്യം നമ്മൾ എപ്പോഴും പറഞ്ഞ കാര്യം എനർജി എന്ന് പറയുന്ന കാര്യം. നമുക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യണമെങ്കിൽ തീർച്ചയായും നമുക്ക് എനർജി ഉണ്ടാകണം. നമ്മുടെ എനർജി കാണുമ്പോൾ ആളുകൾ നമ്മിലേക്ക് അടുത്ത് വരുന്നത്, അല്ലെങ്കിൽ നമ്മിൽ വിശ്വാസം അർപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ആസ്ക് ഓഫ്റ്റൻ, ഗിവ് ആൻഡ് ക്രിയേറ്റ് എനർജി, ഇതാണ് ഇൻഫ്ലുവൻസ് ആകാനുള്ള ഒരു കെമിസ്ട്രി അല്ലെങ്കിൽ ഇക്വേഷനായിട്ട് എനിക്കിപ്പോൾ പറയാനായിട്ട് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെ ആളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇംപ്രസ് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ വേണമെങ്കിൽ വഴക്ക് പറയാം, അല്ലെങ്കിൽ അവർ തെറ്റുകൾ കണ്ടുപിടിക്കാം, അവരെ ശാസിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടത്. അങ്ങനെ ആയിരിക്കില്ലല്ലോ. ഒരു ഹെൽത്തി വേ ആണെങ്കിൽ നിങ്ങൾക്ക് ആളുകളെ അപ്രീഷിയേറ്റ് ചെയ്യാം, അവരെ ലിസൺ ചെയ്യാം, അവരെ ഹെൽപ്പ് ചെയ്യാം, നിങ്ങൾ കുറച്ചധികം വാല്യൂസ് കൊടുക്കാം, നിങ്ങളുടെ ക്വാളിറ്റി കൂട്ടാം, ആളുകളെ റെസ്പെക്റ്റ് ചെയ്യാം, ആളുകളോട് താങ്ക് യു അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നിങ്ങളുടെ ഓഫീസിൽ, ടീമിൽ അവിടെ ആൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാം, ഓട്ടോണമി കൊടുക്കാം, ഡെലിഗേറ്റ് ചെയ്യാം. ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസറായി മാറണമെങ്കിൽ നിങ്ങളെ ഒരു ഇൻഫ്ലുവൻസറായി മറ്റുള്ളവർ ചിന്തിക്കാനായി എന്തെല്ലാം ചെയ്യണമെന്ന് ചിന്തിക്കുക. അങ്ങനെയാണ് ഒരു ഇൻഫ്ലുവൻസർ ആകാനായിട്ട് സാധിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളുടെ പേര് പറയാമോ? നിങ്ങളുടെ ബോസ് ആയിരിക്കാം, പേരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ റോൾ മോഡൽസ് ആയിരിക്കാം. ആരാണ് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തത്? രണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങൾ അവരിൽ ഇൻഫ്ലുവൻസ്ഡ് ആയത്? ആ ചോദ്യം സ്വയം ചോദിച്ചു നോക്കുക. ഇനി നിങ്ങൾ ചിന്തിക്കുക, എങ്ങനെ എനിക്ക് ഒരു ഇൻഫ്ലുവൻസർ ആകാൻ സാധിക്കും? ഞാൻ ഒരാളാൽ ഇൻഫ്ലുവൻസ്ഡ് ആയി എങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ ഇൻഫ്ലുവൻസ്ഡ് ആയത്? എങ്ങനെ എൻ്റെ ജീവിതത്തിലും അത്തരം മാറ്റങ്ങൾ കൊണ്ടുവരാം? ഇൻഫ്ലുവൻസ് ആയാൽ മാത്രമേ ഹൈ പെർഫോമർ ആകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, കുറേ നേരം ജോലി ചെയ്തുകൊണ്ട് കാര്യമില്ല, കുറേ അധികം അധ്വാനിച്ചതുകൊണ്ട് യാതൊരു കാര്യമില്ല എന്നുള്ളതല്ല.
നിങ്ങൾക്ക് ഹൈ പെർഫോമർ ആകണമെങ്കിൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസർ ആകാൻ സാധിക്കണം. അതിന് എനർജി വേണം, അതിന് കുറച്ച് എക്സ്ട്രാ സ്റ്റെപ്സ് എടുക്കാനായിട്ട് തയ്യാറാകണം. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി നാം എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് മേക്ക് അസ് തിങ്ക് എന്ന് പറയും. മേക്ക് അസ് തിങ്ക് എന്ന് പറയുമ്പോൾ തിങ്ക് അബൌട്ട് അവർസെൽവ്സ്, അതേഴ്സ് ആൻഡ് ദ വേൾഡ്. നമ്മെക്കുറിച്ച് ചിന്തിക്കുവാൻ, മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുവാൻ, ലോകത്തെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് നമുക്കുണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസ് ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തിങ്ക്, നമ്മളെക്കുറിച്ച്, മറ്റുള്ളവരെക്കുറിച്ച്, ലോകത്തെക്കുറിച്ച്. നാം സ്വയം ചിന്തിക്കുക, മറ്റുള്ളവരെ ചിന്തിപ്പിക്കുക, ലോകത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. തീർച്ചയായും ഇൻഫ്ലുവൻസ് ആകാനുള്ള വഴികളിൽ ഈ കാര്യം ഡെലിബറേറ്റായി നാം പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമാണ്. ചലഞ്ച് അവർ സെൽഫ്സ്. നമുക്ക് റോൾ മോഡൽസ് ഉണ്ടാകും, നമുക്ക് ചലഞ്ചസ് ജീവിതത്തിലുണ്ടാകും, നമുക്ക് ധാരാളം കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായി വരും. ഈ എല്ലാ പ്രോസസ്സുകളൂടെയും കടന്നു പോകുമ്പോഴാണ് നമുക്കൊരു ഇൻഫ്ലുവൻസ് ആയി മാറാൻ സാധിക്കുന്നത്. ക്യാരക്ടർ, കണക്ഷൻസ്, കോൺട്രിബ്യൂഷൻസ്. ക്യാരക്ടർ, കണക്ഷൻസ്, കോൺട്രിബ്യൂഷൻസ്. ഇതിന് വളരെ നല്ലൊരു ഇമേജ് നമുക്ക് കാണാൻ സാധിക്കും. അതിനെ റണ്ടൻ ബ്രിച്ചാർഡ് അതിനെ പറയുന്നത് അൾട്ടിമേറ്റ് ഇൻഫ്ലുവൻസ് മോഡൽ എന്നാണ് പറയുന്നത്. അൾട്ടിമേറ്റ് ഇൻഫ്ലുവൻസ് മോഡൽ. ടീച്ച് പീപ്പിൾ ഹൗ ടു തിങ്ക്. ഒന്നാമത്തെ കാര്യം അതാണ്. ദംസെൽസ്, നമ്മെക്കുറിച്ച് തന്നെ സ്വയം ചിന്തിക്കാൻ എങ്ങനെയാണ് അവരെ പഠിപ്പിക്കുക. ടീച്ച്, മറ്റുള്ളവരെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നത് പഠിപ്പിക്കുക, ലോകത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നത് പഠിപ്പിക്കുക. ടീച്ച് പീപ്പിൾ ഹൗ ടു തിങ്ക്. നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ആകണമെങ്കിൽ നിങ്ങൾ ആളുകളെ ചിന്തിക്കാനായി പഠിപ്പിക്കുക. ഇനി ചലഞ്ച് പീപ്പിൾ ടു ഗ്രോ ആൻഡ് കോൺട്രിബ്യൂട്ട്. നല്ല കണക്ഷൻസ് ഉണ്ടാക്കാൻ, നല്ല ക്യാരക്ടർ ഉണ്ടാക്കാൻ, നല്ല കോൺട്രിബ്യൂഷൻസ് ഉണ്ടാക്കാനായിട്ട് ആളുകളെ നിങ്ങൾ ചലഞ്ച് ചെയ്യുക. ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊടുക്കുകയും മറ്റു സ്ഥലത്ത് വാങ്ങുകയും ചെയ്യുക. ഒരു സ്ഥലത്ത് ആളുകൾ ചിന്തിപ്പിക്കുകയും മറ്റു സ്ഥലത്ത് ചലഞ്ച് ചെയ്യുകയും ചെയ്യുക. ഇത് ഇൻഫ്ലുവൻസ് ആക്കാൻ സാധിക്കുന്നത്. സാധാരണ ഒരു വഴിയിലൂടെ നമുക്ക് ഇൻഫ്ലുവൻസ് ആകാൻ സാധിക്കുകയില്ല. തീർച്ചയായും ഇൻഫ്ലുവൻസ് ആയാൽ മാത്രമേ ഹൈ പെർഫോമർ ആകാൻ സാധിക്കുകയുള്ളൂ, ഒരു അച്ചീവർ ആകാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും ഈ 5ാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരട്ടെ. ഓൾ ദ ബെസ്റ്റ്.